ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇത് ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ. ഞാനോ ഞാനെന്ത് പരാതിയായിട്ട് പറഞ്ഞതല്ല. ഞങ്ങളൊരു അനുഭവം ഓരോരോ ഞങ്ങളൊരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ടോക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഇതുമായിട്ട് റിലേറ്റഡ് അല്ല. അല്ല, നാഥന്മാരൊക്കെ വരും, നല്ല ഒരു ശുദ്ധി കലശം നടത്തി എല്ലാം നല്ല രീതിയിൽ വരും. നല്ലതാണ് സംഭവിച്ചത്, നല്ലതാണ്, നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരുന്നത് നമുക്കല്ലേ. അതല്ലേ വേണ്ടേ? അങ്ങനെയാണ് വേണ്ടത്. എല്ലാം നല്ല രീതിയിൽ നല്ല എല്ലാം ഗംഭീരമായിട്ട് തിരിച്ചു വരും. ചെറിയൊരു തടസ്സമാണ്. ആരുടെയെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവർ തിരുത്തും. അവർ പൂർവാധി ശക്തിയോടെ മുന്നോട്ട് വരും. സിനിമ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും കഷ്ടകാലമാണ്. ആ കഷ്ടകാലമൊക്കെ മാറി നല്ല കാലത്തിലേക്ക് മലയാള സിനിമ വരും. ഗൂഢാലോചന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതന്ന് തിരുത്താത്തതിൻ്റെ പരിണിത ഫലമാണ് ഇങ്ങനെ വന്നത്. അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതേ തിരുത്തി പോരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതല്ലേ ശരി? നിങ്ങൾക്ക് തന്നെയല്ലേ പറയാനുള്ളത്? ഒരിക്കലുമല്ല. അതൊക്കെ ഈ പവർ ഗ്രൂപ്പത്തൊക്കെ പറയണത് അത് എന്താ പറയുക, ഹൃദയം സംഭവം. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പൊന്നും ഇല്ല. ആർക്കും അതിനുള്ള നേരമില്ല. അതിന് ആയി പോകുന്നതാണ്. അതൊക്കെ ഒരു ഒരുപാട് തെറ്റുകൾ പലർക്കും പല കാലത്തും പറ്റി. ആ തെറ്റുകളൊക്കെ അന്നേ തിരുത്തി പോകേണ്ടതാണ്. ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷികളും എല്ലാം സ്ട്രോങ് ആയത്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ സിനിമയ്ക്കൊരു നാളൊക്കെ ഉണ്ടായല്ലേ. അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം ഇന്നലെ തന്നെ രാത്രിയിൽ പാതിരാത്രിയോളം കിടന്ന ലൈറ്റ് ബോയ്സ് ഇവരെല്ലാം കിടന്ന് കഷ്ടപ്പെടാണ്. അവരെല്ലാവരും വൈകുന്നടിക്കുന്നതും കൂടെയാണ് ഈ പ്രശ്നം. അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം. സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഒരു കുടക്കീഴിൽ ഉണ്ടാവാതെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകണം. അങ്ങനെ ആവും. അതിനുള്ള ഒരു വരും, തീർച്ചയായിട്ടും വരും. എല്ലാവരും ഒന്നിച്ച് ഒരു ഭരണസഭയിലേക്ക് വരും. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് അങ്ങനെ വരും. വന്നേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ എല്ലാം ജീവിതമല്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. ഇപ്പം പറയുന്ന ചാനലുകാരും ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും ജീവിക്കുന്നത് സിനിമയാണ് അല്ലേ. ആ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പെട്ടയാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേര് പെട്ടയാവില്ലേ. അതുകൊണ്ട് നിങ്ങളും ഈ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ നോക്കാതെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തണമെന്നാണ്. അമ്മയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ചർച്ചയാവുന്നുണ്ട്. വരണം, സ്ത്രീ വരണം. സ്ത്രീക്ക് സപ്പോർട്ടായിട്ട് പുരുഷൻ നിൽക്കണം. എല്ലാം നല്ലത് വരണം. അല്ലാതെ ഇത് അമ്മ എന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെ, എല്ലാവരുടെയും ഒരാളുടെ പേഴ്സണൽ സാധനമല്ല അമ്മ എന്ന് പറയുന്നത്, സംഘടനയല്ല. എല്ലാവർക്കും അതിന് വരാനുള്ള അവകാശമുണ്ട്, അർഹതയുണ്ട്. വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. വരട്ടെ. ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും നാൾ കൊണ്ടുപോയത്. മനസ്സിലായി. എനിക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ തന്നെ എൻ്റെ കാര്യങ്ങളും എല്ലാം ഇതെന്താ പറയുക, അതിന് ഇൻഷുറൻസ് തുകയായാലും അതെല്ലാം തരാനായിട്ട് ഈ ബാബുച്ചൻ ഉൾപ്പെടെ എല്ലാവരും മുന്നിട്ട് ഇറങ്ങി. അതുപോലെ ഒത്തിരി പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രോഗ്രാം, അതായത് വലിയ വലിയ പ്രോഗ്രാമിന് കോർഡിനേറ്റ് ചെയ്ത് അതിൽ നിന്നുള്ള ഫണ്ടാണ് ഇതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. എന്നൊക്കെ ബാബുച്ചനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങളും ആശയക്കുഴപ്പങ്ങളും അതെല്ലാം ക്ലിയർ ചെയ്ത് അന്നേ പോയിരുന്നു. അത് കേൾക്കാത്ത കൊണ്ടാണ്, അത് ചിലപ്പോൾ അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ ഒരു വേടൊക്കെ ഇവിടെ വന്നത് തന്നെ. ഇനി അത് ക്ലിയർ ചെയ്തൊക്കെ പോകും. കാരണം എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം, അപേക്ഷ.